മന്മത മന്മത ഒളിച്ചിരിക്കുന്നുണ്ട് ഇവനെ. വേടെ ഒളിച്ചിരുന്നാൽ ഞാൻ പിടിക്കൂടാ. ആ നിന്റെ ഇത് ഞാനിത് എത്ര കാലമായി കാണുന്നു. മോനെ പറ്റി അതിൻ്റെ അടുത്ത് കേട ഇവൻ. നീ എത്ര ഒളിച്ചിരുന്നാലും ഞാൻ പിടിക്കോ മന്മത. നിന്റെ ചെരുപ്പ് പിടിയുണ്ട്, ഞാൻ കണ്ടു. ആ കാണിച്ചത് എനിക്ക്. മോനെ ഇവൻ ഞാൻ ഏടി പോന്നിട്ട് ഏടി പോകുന്നു. ഇവൻ്റെ നോക്കട്ടെ ഇവിടെ എന്തെന്നാകുന്ന പോലെ. നിന്റെ ഈ കള്ളത്രണം നിന്നെ പിടിക്കാൻ വേണ്ടി തന്നെ സ്ഥലമുണ്ട് ഇവിടെ. സമാധാനമായിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് അതെ എല്ലാം ഉണ്ട്. എന്തൊരു പ്രഷർ കൂടിയതാണോ? നല്ല പ്രഷർ കൂടിയല്ല, ഞാൻ കടന്നു തന്നെയാണ്. നീ ഒളിച്ചിട്ട് ഏലെ പോവാൻ അതാ കടന്നിനി. നീ എത്ര കാലായി പറ്റിക്കുന്നു? നീ എന്തിനാ ഒളിക്കുന്നേ? പറ്റിക്കണല്ലോ കേട്ടാ. സാഹചര്യങ്ങൾ വിചാരിച്ച പോലെ ഇങ്ങോട്ട് എന്ത് സാഹചര്യം? ഈ വില്ലേജില് ചെന്നിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് പരിഹരിച്ച ഉടനെ നമുക്ക് ലോൺ കിട്ടിയാൽ അപ്പോഴും ഞാൻ പൈസ തരാമല്ലോ. എന്ത് വില്ലേജിന്റെ കാര്യം? 1.5 കൊല്ലായി നീ പറഞ്ഞോണ്ടായിരുന്നു വില്ലേജിന്റെ കാര്യം. അതെ രാഘവേട്ടാ, അത് ഈ പ്രമാണത്തിലുള്ള ആ പെശക അവര് ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നടത്തിക്കാണ്. എനിക്ക് നിന്റെ പ്രമാണത്തിലൊക്കെ പെശക ഒന്നും എനിക്ക് അറിയണ്ട. എനിക്ക് 2.5 ലക്ഷം ഉറുപ്പ്യല്ലേ, അതിന്റെ പലിശ എത്രയായി? നീ പലിശ തന്നുവാ? എന്നാ കുറച്ച് പലിശ തന്നില്ലെങ്കിലോ? രാഘവേട്ടാ, ഇതിനു മുമ്പ് ഞാൻ മേടിച്ചെല്ലാം കൃത്യമായിട്ട്. അത് 1000 2000 അതൊന്നുമല്ല, ഇത് 2.5 ലക്ഷം ഉറുപ്പ്യാന്ന്. എനിക്ക് ഇച്ചിരി സാവകാശം തന്നെ രാഘവേട്ടാ. എന്ത് സാവകാശം? സാധാരണ ഇത്രയും വൈകാലേ ഞാൻ പിള്ളേരെ അയക്കും, അവര് ടൂൾസ് ആയിട്ടോ വരാ, അറിയാ? എന്നാ സംഗതി മാറും. നാട്ടുകാരനും കേക്കട്ടെ, നാട്ടുകാരെ ഇത് കേക്കണം. 2.5 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് 2 കൊല്ലായി. ഇവൻ തിന്നിട്ട് എനിക്ക് പലിശയും തരുന്നില്ല, ഇതും തരുന്നില്ല. എന്തേ അതെ പ്യാരി, മോളുടെ കല്യാണത്തിന് ഞാൻ കുറച്ച് പൈസ രാഘവേട്ടൻ്റെ കടം മേടിച്ചിരുന്നേ. കുറച്ച് പൈസ 2.5 ലക്ഷം ഉറുപ്പ്യാന്ന്. ആ പൈസ കൊണ്ടാണ് നാട്ടുകാരെല്ലാം നക്കിയത്. നീ നക്കിയതായാലും ഊളത്തരം പറയല്ലേ കപ്പടാ മിച്ചം വെച്ചിട്ട് അയാൾ കാര്യം പറയട്ടെ, മിണ്ടാതെ നിക്ക്. അപ്പൊ ഞാനത് ഒരു ലോൺ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാന്നുള്ള ഇതിലായിരുന്നു. അപ്പൊ ലോൺ എടുക്കാൻ ചെന്നപ്പോ ആ രേഖകളിൽ ചെറിയ പ്രശ്നം. അത് ശരിയാക്കാൻ വില്ലേജ് ഓഫീസിൽ കൊടുത്തു. വില്ലേജ് ഓഫീസിൽ കൊടുത്തപ്പോ അവരെന്നിട്ട് ഇങ്ങനെ നടത്തിക്കണം. അധികം നാളായി കൊടുത്തിട്ട്? 1.5 കൊല്ലമായി. 1.5 കൊല്ലായി. രാഘവേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ മന്മഥനെ നമുക്ക് അറിയാവുന്ന ഒരാളാണ്. അയാൾ അങ്ങനെ ആരെയും പറ്റിച്ചിട്ടുള്ള ആളല്ല. ഇപ്പൊ അയാളുടെ മോളുടെ ഒരു കല്യാണത്തിന്റെ രാഘവേട്ടൻ സഹായിച്ചതല്ലേ, അയാള് തിരിച്ചും തരാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ വില്ലേജ് ഓഫീസിലെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാം. 1-2 ദിവസം കൊണ്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ലോൺ എടുത്തിട്ട് രാഘവേട്ടന് തരാനുള്ള പൈസ തരിക പോരെ? ഉറപ്പായിട്ടും. അല്ലാതെ ഇവിടെ കിടന്ന് ഒച്ചയെടുത്ത് പേര് കളഞ്ഞിട്ട് എന്താ കാര്യം? രാഘവേട്ടൻ സമാധാനമായിട്ട് പൈസ ഞാൻ മേടിച്ചു നിന്റെ അടുത്താ ഞാൻ വരാം, മേടിച്ചു തരാം ഉറപ്പായിട്ടും. ഞാൻ ഇപ്പൊ പോവാ. നിന്നെ കൂടെ ഇതാക്കും ഞാൻ. ഇയാളെ കുബേരയുടെ അടുത്ത് പിടിപ്പിക്കേണ്ടി വരും, ആള് പിടിപ്പല്ല. അതെ അതൊന്നും വേണ്ട പേര്, നമ്മളൊരു ആപത്ത് ഘട്ടത്തിൽ സഹായിച്ച ആളല്ലേ. അല്ല, വില്ലേജിൽ ഇപ്പൊ അധികം നാളായി നടക്കാൻ തുടങ്ങിയിട്ട്? 1.5 കൊല്ലമായി. തന്റെ പേരിൽ ചെറിയൊരു തെറ്റുണ്ട്, അപ്പൊ അത് തിരുത്താനായിട്ടാണ് വില്ലേജിൽ കൊടുത്തത്. ആ കാര്യത്തില് മന്മഥേട്ടൻ പ്രയാസപ്പെടണ്ട. ഞാൻ വില്ലേജിലൊക്കെ കയറി ഇറങ്ങി കുറെ പേപ്പറൊക്കെ ശരിയാക്കുന്ന ആളാണല്ലോ. അപ്പൊ നമ്മള് പറഞ്ഞാല് നടക്കും. അപ്പൊ അത് ഞാൻ ശരിയാക്കി തരാം. ഒരു 10 രൂപ കരുതി വെച്ചേരി കേട്ടോ. ഇതെന്താണിത്? ഈ 10 അല്ല, വലിയ 10, 10,000 വേണ്ടി. മന്മഥേട്ട ഇത് എനിക്ക് കൊണ്ടുപോയി തിന്നാൻ വേണ്ടിയിട്ടല്ല, വില്ലേജിൽ ആളാൻ വീതം 5000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ എന്റെ സ്വാധീനം അനുസരിച്ചിട്ട് നമുക്ക് പരമാവധി ചവിട്ടി കുറക്കാൻ നോക്കാം. ഒരു പണി ഇതിരിക്കട്ടെ, ബാക്കി 9,900 കേട്ടാ. കുറച്ച് പൈസ സംഘടിപ്പിച്ച് വെക്ക്, കാര്യം ഞാൻ നടത്തി തരാം.
സന്തോഷമായിട്ടിരിക്കും. എന്തിനാ കണ്ണി കണ്ടവരെ വീടിന്റെ വാതിക്ക് വന്ന് തെറി പറയിപ്പിക്കണം? ആ പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഏട്ടാ. ശരി എന്നാ, എന്തെങ്കിലും ഉണ്ടെ വിളിച്ചാൽ മതി. ആ മണ്ടു ചായ. എന്താ മണ്ടു, ഓഫീസിൽ നിന്ന് വന്ന മുതൽക്കല്ലേ ഇരിപ്പാണല്ലോ, എന്ത് പറ്റി? എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. പറയൂ മണ്ടു, എന്താ ടെൻഷനിന്റെ? ഓഫീസിലെ കാര്യമാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പറഞ്ഞാലല്ലേ മനസ്സിലാവും മണ്ടു, പറയൂ. എന്നാ പറയാ. പറയൂ. പിന്നെ എന്താന്ന് എന്നോട് ചോദിക്കരുത്. ഇല്ല. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ടാർജറ്റ് തന്നിരിക്കുക. എന്ത് ടാർജറ്റ്? അതായത് നമ്മൾ ഈ ഒറ്റത്തവണ നികുതി അടപ്പിക്കണ പരിപാടിയില്ലേ, ഒറ്റത്തവണ ഇതന്നെ ഞാനൊന്നും പറയാത്തൊന്നും മനസ്സിലാവില്ല. മണ്ടു, പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് അടക്കണ്ടേ? അതുപോലെ ഇപ്പൊ ഉള്ള വീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അധിക നികുതിയായി. ഇതൊക്കെ അടയ്ക്കാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ വീടുകൾ കണ്ടുപിടിച്ച് ആ വീട് അളന്ന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നൊക്കെ എഴുതി അധിക നികുതി എത്രയാന്നൊക്കെ കണ്ട് അവരെ കൊണ്ട് അടപ്പിക്കണം. അതാണ് അപ്പൊ അത്ര വലിയ പണി. അതൊന്നും വലിയ പണി എന്താ? അത് വലിയ പണിയല്ലേ? അത് എളുപ്പമല്ലേ? അങ്ങോട്ട് ചെല്ലണം, വീട് കണ്ടുപിടിച്ച് ചെന്ന് അളന്ന് അടപ്പിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഈ വീടൊന്നും അളന്ന് കാണിച്ചാ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞേ. നിസ്സാരല്ലേ? ആണോ? അന്നൊന്ന് അളന്ന് കാണിച്ചേ. പറയൂ വേഗം. എടുത്തിട്ട് വരാം. എടുത്തിട്ട് വരാം. ഞാനൊരു മനുഷ്യൻ. എന്താ കാണിക്കണേ? അപ്പൊ ശരിയാക്കില്ല. ആ അറ്റവും ഈ അറ്റവും പിടിച്ചോ. ഇതെന്താ ഇത് കൂടിയല്ലേ? അപ്പൊ ഒന്നാമത് എല്ലാ കാര്യം സ്ലോ മോഷനാ. അങ്ങോട്ട് നടന്നേ, അങ്ങോട്ട് വേഗം വേഗം ആവട്ടെ. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, അളക്കണത് അത്ര എളുപ്പമല്ലാന്ന്. ഇപ്പൊ ചെയ്തി തരാം. എന്തൊരു എളുപ്പമായിരുന്നു. ചെല്ല, അളക്ക, എഴുത. എന്നിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇവിടെ. ഞാൻ ഇട്ടിട്ട് പോട്ടാ. ആ, അത് ഇങ്ങോട്ട് വിട്ടാ മതി. അളക്ക് അതിന്റെ അറ്റത്ത് വെക്ക. അറ്റത്ത് വെച്ചോ? വെച്ചു. എവിടെ വെച്ചു? അതവിടെ. അവിടെ എത്തിയിട്ടില്ലല്ലോ. എന്താ ഇത്? അളക്കാച്ചാ. നിന്നോടല്ല, ഇതെന്താ ഇത്? അളക്കാച്ചാ. എന്തിന്? വെറുതെ. അങ്ങനെ വെറുതെ അളക്കണ്ട. ഇതിന്റെ വീടാണ്. ഞാനാണ് ഈ വീടിന് നികുതി കിട്ടുന്ന ആള്. എന്റെ കണ്ണടയുന്നത് വരെ ഈ വീട് ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ അളക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇതിനിപ്പോ അളന്നിട്ട് ഞങ്ങളിത് തലയിൽ ചുമന്ന് കൊണ്ടുപോകാൻ പോവാ. പിന്നെ എന്തിനാണ് ഇത് അളക്കണത്? വെറുതെ അളക്കാണ്. വെറുതെ അളക്കണ്ടാന്ന്. ഇതെന്റെ വീടാണ്. അച്ഛാ, നികുതി. ഒന്ന് പോടാ അവിടുന്ന്. നികുതി കേട്ടണ ഞാനല്ലേ? കേട്ടില്ല നികുതി? അച്ഛൻ ഇങ്ങനെ ഒച്ച എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇങ്ങനെ വെറുതെ പിടിച്ചു നോക്കി അത്രേ ഉള്ളൂ. വെറുതെ അളക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ വീട് എന്തിനാ നിങ്ങൾ അളക്കാൻ നിൽക്കണത്? എന്നോട് ചോദിക്കണ്ടേ? അതെ, നീ വില്ലേജ് ഓഫീസിലെ ജോലിക്കാരിയാണെങ്കിൽ അവിടെ പോയിരുന്നോ. ഇത് കലക്ടർ വന്നാൽ പോലും സമ്മതിക്കില്ല ഞാൻ അതിന് കേട്ടാ. അച്ഛന്റെ നികുതി കൊണ്ടുപോയിട്ട് വില്ലേജ് ഓഫീസിൽ കേട്ടാ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ആ, അങ്ങനെ എന്റെ നടക്ക് നാക്കുത്ത് നല്ല കൂടുതലാ. അതവിടെ കയ്യിൽ വെച്ചോ, അത് ഇന്റെ അടുത്ത് ചെലവാവില്ല. അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പിടിച്ചേ. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലേ കൂടിപ്പോ. അല്ല, നീ പറഞ്ഞടി. അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛന്റെ തല കേറാറുണ്ടോ? നീ പറഞ്ഞോ, ഇവിടെ നിന്ന് പറഞ്ഞോ. ആ, പറഞ്ഞോ. അച്ഛന് കാണയില്ലെങ്കിൽ എനിക്ക് കാണുന്നുണ്ട്. ആ, നിനക്ക് കാണുന്നുണ്ട്, എനിക്കറിയാം. ആ, പൊയ്ക്കടോ പിന്നാലെ. കേറി പോയിക്കോ. ആ കുണുങ്ങ് എന്നിട്ട്. ആരോട് പറയുന്നു? കുടുംബം നശിച്ചു, വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളക്കാതെ നടക്കാണ് അവര്. എന്റെ വീട് അളക്ക്. ഇതൊന്ന് വാഗം പേടിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയാ. കൈ